ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, സുറ പുട്ട്. എന്നാ കാണാൻ പുട്ടിന്റെ പോലെ തന്നെ ഇല്ലതാനും. ഇത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു നോൺ വെജ് റെസിപ്പിയാണ്. വിനിയോ നോൺ വെജോ? ഒരുപാട് പേരുടെ പരാതിയായി, എന്താ വിനി നോൺ വെജ് ഒന്നും കാണിക്കാത്തത്, ഈ കുട്ടി എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നോൺ വെജ് ഒക്കെ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള റെസിപ്പീസ് കാണിക്കാൻ ആരാളുള്ളത്? അപ്പോൾ ഞാൻ അതിലേക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പോവായിരുന്നു. നിങ്ങളെ കൊണ്ട് കേൾക്കാത്തതും കാണാത്തതുമായ റെസിപ്പീസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുള്ള ലെവലിലേക്കൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ നിനക്ക് നോൺ വെജ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരി, നോൺ വെജ് ഉണ്ടാക്കി കളയാം. നോൺ വെജ് കഴിക്കാത്ത ഒരാളൊന്നുമല്ല ഞാൻ. നന്നായിട്ട് നോൺ വെജ് കഴിക്കുന്ന ആൾ തന്നെയാണ്, നന്നായിട്ട് ഉണ്ടാക്കുന്ന ആളും തന്നെയാണ്, വളരെ വ്യത്യാസമായിട്ട് പലതും ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഒരു നമ്മളെന്താ പറയുക, വളരെ യുണീക്കായിട്ട് നമ്മൾ കേൾക്കാത്ത പോലെ എന്നാൽ വളരെ സിമ്പിളായിട്ട് തോന്നിക്കുന്ന, ഫോർ എക്സാമ്പിൾ മത്തൻ വെള്ളം എത്ര പേരാ വീട്ടിലുണ്ടാക്കിയിട്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ലെവലിലേക്കുള്ള സംഭവങ്ങളൊക്കെ കാണിക്കണം എന്നായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, സുറ പുട്ട്, അതിലേക്ക് വരാം നമുക്ക്. എന്താണ് ഈ സുറ? സുറ എന്ന് പറയുന്നത് ഷാർക്ക്, നമ്മുടെ സ്രാവ്, ഇതാണ് തമിഴിൽ സുറ എന്ന് പറയുന്നത്. അപ്പോൾ സുറ പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രൈ ഉപ്പേരി പോലെയുള്ള ഒരു കോമ്പിനേഷനാണ്. അത് വെറും ചോറിൻ്റെ കൂടെ, പഴയ സാദം എന്ന് അവർ വിളിക്കുന്ന വെള്ളച്ചോറിൻ്റെ കൂടെ, ഇല്ലെങ്കിൽ രസം ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. കട്ടിക്കുള്ള കൂട്ടാനൊന്നും പാടില്ല കേട്ടോ. നല്ല ലൈറ്റ് ആയിട്ടുള്ള കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജമ്മെന്ന് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നോൺ വെജ് പ്രേമികൾക്ക് ഇതാ വിനീസ് കിച്ചൻ്റെ വക ഒരു തമിഴ്നാട് റെസിപ്പിയായ സുറ പുട്ട് കാണാം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. ഹലോ, വീണ്ടും ഞാൻ തന്നെ. എന്താ കുട്ടി പുറത്തിരിക്കണമെന്നല്ലേ? ഈ വീഡിയോ എവിടുന്നാണ് എഡിറ്റ് ചെയ്യണത്, എവിടുന്നാണ് അപ്ലോഡ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണ്ടേ? എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ചാവിയില്ല, പുറത്ത് പോയിട്ടിരിക്കുകയാണ് ഞാൻ. 2 ബാക്ക് ഡോറും ഉള്ളിൽ നിന്ന് ലോക്ക്ഡാണ്. ഫ്രണ്ട് ഡോറിൻ്റെ ചാവി കണ്ണേട്ടൻ്റെ കാറിൽ പെട്ടു. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, രാവിലെ 6 മണിക്ക് ഞങ്ങളെല്ലാവരും ഇറങ്ങി. കണ്ണേട്ടൻ കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു, എന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് കണ്ണേട്ടൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ കണ്ണേട്ടൻ മീറ്റിങ്ങിന് വൈകിയപ്പോൾ കണ്ണേട്ടൻ കാറിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞ്, നീ ഇന്നാ ടാക്സിയിലേക്ക് പൊക്കോ, എനിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റില്ല, അപ്പോഴേക്കും മീറ്റിംഗ് ആവും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഹോ എന്നും പറഞ്ഞ് ശരശരയെന്നും പറഞ്ഞിട്ട് നടന്ന് ടാക്സിയിലേക്ക് വന്നു. കണ്ണേട്ടൻ്റെ വണ്ടിയുടെ ഉള്ളിലാണ് ചാവി എന്നുള്ളത് മറന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ചാവിയില്ല എന്ന്. ഇതൊക്കെ ഉള്ളിൽ നിന്ന് രാത്രി പൂട്ടിയതല്ലേ, തുറക്കാൻ വഴിയില്ല. 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നെ കണ്ടിട്ട് സാം കരച്ചിലോട് കരച്ചില്ല, ഞാനെന്താ ഉള്ളിലേക്ക് വരാത്തതെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരുവിധം അവനെ പുറത്തേക്കാക്കാനുള്ളത് ഞാൻ ചെയ്തു. അവനെപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ആക്കിയിരിക്കുകയാണ്. എന്തൊരു മറവിയാണ്, കഷ്ടം തന്നെ. ഇങ്ങനെ പുറത്തിരിക്കുകയാണ് പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബോറടിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തും കൂടി ഈ കാര്യം പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. കണ്ടില്ലേ പ്രകൃതി രമണീയമായ ബാക്ക്യാർഡ്. ശരി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുറത്തിരുന്ന് റെക്കോർഡ് ചെയ്യണതുകൊണ്ട് കുറച്ച് പ്രകൃതി രമണീയമായ ശബ്ദങ്ങൾ, കിളികൾ, എന്താ പറയുക, തത്തകൾ ഒക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നത് സ്രാവ് മീനാണ്. നല്ല ബോണുള്ള സ്രാവും എടുക്കാം, മുള്ളുള്ള സ്രാവും എടുക്കാം, അല്ല ഞാൻ എടുത്തിരിക്കുന്ന പാരി ബോൺലെസ് ആയിട്ടുള്ളതും എടുക്കാം. അത് വെറുതെ വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ഇടണ്ട, ഒന്നും ഇടണ്ട കേട്ടോളൂ. വെറുതെ തിളപ്പിച്ചങ്ങോട്ട് ആവട്ടെ 10 മിനിറ്റ്. ഉള്ളി, വലിയ ഉള്ളി 3 എന്താണ് പറയുക, വെളുത്തുള്ളി ആൻഡ് പച്ചമുളക്, ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും
നമ്മുടെ സ്രാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, നമ്മൾ കത്തി കൊണ്ട് കുത്തി നോക്കിയാൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെന്ത പോലെ ഉണ്ടാവും. അതിനെ നമുക്ക് വാർത്തെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിമാസ് പോലെ ചെയ്യണം. കൈ കൊണ്ട് ചെയ്താലും വിരോധമില്ല, സ്പൂൺ കൊണ്ട് ചെയ്താലും വിരോധമില്ല. നല്ല ഇളം ചൂടിരിക്കുന്ന സമയത്ത് തന്നെ ഉള്ളിൽ വല്ല മുള്ളുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ഇതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ആദ്യം അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ഇത് ഏറ്റവും ഫേമസ് ആണ് തമിഴ്നാട്ടിൽ. സുറ പുട്ട് എന്ന് പറയുന്നത് അവരുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന വലിയ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടുക. നന്നായിട്ട് അതിനെയും കൂടിയിട്ട് വഴറ്റുക. ഇത് എന്താ പറയുക, ഒരുപാട് പേര് വളരെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരണ സമയത്ത് സുറ പുട്ട് വെച്ച് കൊടുക്കലാമാ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നോൺ വെജ് പ്രേമികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, സ്രാവ് മീനിൽ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയിലയിൽ ചെയ്യാം, മത്തിയിൽ ചെയ്യാം. നല്ല മീൻ ഏതും നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് പൊടിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ അതിലൊക്കെ ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതിന് വേണ്ട ഉപ്പിടുക. നമ്മുടെ പച്ച സ്രാവ് ആയതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവില്ല. ഓക്കെ, ഉണക്ക സ്രാവിലല്ല ചെയ്യണത്, പച്ച സ്രാവിലാണ്. നല്ലോണം മുളക് പൊടി വേണം. ഇത് കുറച്ച് എരിവായിരിക്കണം, അതുകൊണ്ട് വലിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ്, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. കൂടുതലും മുന്തി നിൽക്കുന്നത് ഇതിൽ കുരുമുളക് പൊടിയാണ്. ഫ്രഷ് ആയിട്ട് കുരുമുളക് പൊടി പൊടിച്ചാലും വിരോധമില്ല, പാക്കറ്റിൽ വാങ്ങിക്കണ കുരുമുളക് പൊടി പൊടിച്ചാലും വിരോധമില്ല. ഓക്കെ, അപ്പോൾ നല്ല വലിയ സ്പൂണിന് 1.5 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ മസാലകൾ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. വേറെ എന്തിട്ടാലും അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ്, ആ മീനിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് അതിലേക്ക് പിടിപ്പിച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം, എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിമാസ് പോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സുറ അല്ലെങ്കിൽ നമ്മുടെ ഷാർക്ക് നമ്മുടെ ഇതിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പാൽ സ്രാവ് അല്ലെങ്കിൽ നല്ല സ്രാവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കി നോക്കിക്കോളൂ. സ്രാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നു. സ്ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് സുറ പുട്ട് എന്ന് അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടിലത്തെ ഈ ഒരു ഡിഷ് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ വളരെ സ്ലോ ഫ്ലെയിം ആയിരിക്കണം. എവറി 2 മിനിറ്റ്സ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതായിരിക്കും സ്ഥിതി. എണ്ണയൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഉതിരായിട്ട് എന്താ പറയുക, നല്ലൊരു പൊടിമാസ് പോലെ ഉള്ള ഒരു മീൻ പൊടിമാസായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ചോറിൻ്റെ കൂടെ വിളമ്പുകയാണ്. വേറെ കൂട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ട്, തക്കാളി കടഞ്ഞത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതും അത് മാത്രമാണ് ആദ്യം ഞാൻ ഉണ്ണാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ്. സോ നോൺ വെജുകാർ മുഴുവൻ ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കഴിക്കാം. ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും, വിനി 1:30 ഭക്ഷണം കഴിച്ച് നിർത്തണതല്ലേ, ഇപ്പോൾ വീണ്ടും എന്താണ് സുഖമില്ലാണ്ടായതുകൊണ്ട് ഞാൻ ഡയറ്റ് നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ രാത്രി കഴിക്കുന്നത്. അപ്പോൾ സുറ പുട്ട് ചോറിൽ കൂടെ കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. നത്തിങ് ബീറ്റ്സ്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ്. കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂട്ടാൻ വെക്കാം. അമ്മയുടെ തക്കാളി കടഞ്ഞതുണ്ടാക്കി. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. രസത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. കട്ടി കൂട്ടാൻ പാടില്ല. ഇത് നോക്കൂ, കൂട്ടാനൊന്നും ഇങ്ങനെ ഒലുമ്പിയിട്ട് കുറച്ചും കൂടി എടുത്ത് ഒഴിക്കാം. നല്ല ചെലുക്കനുള്ള പരിപ്പും കൂട്ടാൻ. എന്നിട്ട് ഈ സുറ പുട്ട് അങ്ങോട്ട് വെച്ചിട്ട് വാ, എത്ര കാലമായി സുറ പുട്ടൊക്കെ തമിഴ്നാട്ടിൽ കഴിച്ച് മറന്നതാ.
നമ്മൾ ഒന്നുമില്ലെങ്കിൽ കൂട്ടാൻ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പാൽ സ്രാവ് കൊണ്ട് വറക്കും. ഇതുപോലെ കഴിച്ചു നോക്കും, ഉണ്ടാക്കി നോക്കും. ഉണക്ക വേണ്ടാട്ടുള്ളൂ, പച്ച തന്നെ വേണം. അപ്പോൾ കഴിക്കട്ടെ. എല്ലാം ശരിയായി വരുന്നു, മരുന്നുകൾ കഴിക്കുന്നു, നെബുലൈസേഷൻ ചെയ്യുന്നു. എന്നാലും കുറച്ച് സമയമെടുക്കും. അതുവരയ്ക്കും ഡയറ്റിനൊക്കെ ഒരു ബ്രേക്കാണ്, ബിക്കോസ് മെഡിസിൻസ് ഒക്കെ പോകുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Vinny's Kitchen.